എല്ലാവർക്കും ബിസിനസ് സ്റ്റഡീസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ്റെ ഫീച്ചേഴ്സും ഇമ്പോർട്ടൻസും അതിൻ്റെ എലമെൻസും ഒക്കെ പഠിച്ചു കഴിഞ്ഞു. ഇന്നിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ ഏതെല്ലാം തരത്തിലുണ്ടെന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം കമ്മ്യൂണിക്കേഷൻ ടൈപ്സ് പഠിക്കുമ്പോൾ നമുക്ക് ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നും റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നും നമുക്കൊന്ന് നോക്കാം. എന്താണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? അതായത് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്പോക്കൺ വേർഡ്സ് ഈസ് കോൾഡ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. അതായത് സ്പോക്കൺ വേർഡ്സിന്റെ സഹായത്തോടുകൂടി നടത്തുന്ന ആശയവിനിമയ രീതിയാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ: ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ, ടെലഫോൺ, മെക്കാനിക്കൽ ഡിവൈസസ് ലൈക്ക് സിഗ്നൽസ്, ഇന്റർകോം, മൊബൈൽ ഫോൺ എക്സെട്ര. അതായത് സ്പോക്കൺ വേർഡ്സിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വാക്കാൽ പറയുന്ന ആശയവിനിമയ രീതിയെയാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ നടത്തുക, അതായത് മുഖാമുഖം നോക്കി കാര്യങ്ങൾ സംഭാഷണം നടത്തുക. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ, അതുപോലെ തന്നെ ടെലഫോൺ, പിന്നെ ഇന്റർകോം, അങ്ങനെയുള്ള സിഗ്നൽസ്, ഇങ്ങനെയുള്ള മാർഗങ്ങളിൽ കൂടി നടത്തുന്ന ആശയവിനിമയ രീതിയെയാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ റിട്ടേൺ ആയിട്ട് കൊടുക്കുക, എഴുതി നൽകുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ മെസ്സേജുകളെ എഴുതി നൽകുന്ന രീതിയാണ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ത്രൂ റിട്ടേൺ വേർഡ്സ് ഈസ് ദ ഫോം ഓഫ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ. അതായത് എഴുതി നൽകുന്ന ആശയവിനിമയ രീതിയാണ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ: സർക്കുലേഴ്സ്, മെമ്മോസ്, ഇൻസ്ട്രക്ഷൻ കാർഡ്സ്, മാനുവൽസ്, ബുക്സ്, മാഗസിൻസ് എക്സെട്ര. അപ്പം ഇങ്ങനെ എഴുതി നൽകുന്ന ആശയവിനിമയ രീതി, ഇപ്പം മെമ്മോ നൽകുക, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക, ഇൻസ്ട്രക്ഷൻ കാർഡുകൾ നൽകുക, അതുപോലെ തന്നെ മാഗസിനുകളിൽ പ്രസിദ്ധീകരിക്കുക, അതുപോലെ തന്നെ ബുക്കുകളായിട്ട് നൽകുക, അതൊക്കെയെന്ന് പറയുന്നത് റിട്ടേൺ കമ്മ്യൂണിക്കേഷന് എക്സാമ്പിളുകളാണ്. അപ്പോൾ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വാക്കാൽ പറയുന്ന രീതിയിലുള്ള ആശയവിനിമയം ആണ് എന്ന് പറയുമ്പോൾ ഫേസ് ടു ഫേസ് ആയിട്ടോ ടെലഫോണിൽ കൂടിയോ അല്ലെങ്കിൽ ഇന്റർകോം, അതുപോലെ തന്നെ സിഗ്നലുകൾ മുതലായ മാർഗങ്ങളിൽ കൂടി നടത്തുന്ന ആശയവിനിമയ രീതിയാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എഴുതി നൽകുന്ന ആശയവിനിമയ രീതി. മെമ്മോ നൽകുക, സർക്കുലർ നൽകുക, അതുപോലെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക, അതുപോലെ മാഗസിന്, ബുക്കുകൾ ഇതിനകത്തൊക്കെ പ്രസിദ്ധീകരിക്കുക, ഇതൊക്കെ എന്ന് പറയുന്നത് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ രീതികളാണ്. ഇനി ഒരു ഓർഗനൈസേഷനിൽ നടത്തുന്ന ആശയവിനിമയ രീതിയെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം. അതായത് കമ്മ്യൂണിക്കേഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഈസ് ക്ലാസിഫൈഡ് ഇൻടു 2 കാറ്റഗറീസ്. ഒരു ഓർഗനൈസേഷനിൽ നടത്തുന്ന ആശയവിനിമയ രീതി എന്ന് പറയുന്നത് 2 തരത്തിലാണുള്ളത്. ഒന്ന് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, 2 ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അതായത് ഔപചാരികമായിട്ടുള്ള ആശയവിനിമയ രീതിയും അനൗപചാരികമായിട്ടുള്ള ആശയവിനിമയ രീതി. മനസ്സിലായല്ലോ? അപ്പൊ ഈ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ തന്നെ 3 രീതിയിലുണ്ട്. ഏതൊക്കെയാണത്? 1 വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ, 2 ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ, 3 ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. മനസ്സിലായല്ലോ? ഒരു ഓർഗനൈസേഷൻ നടക്കുന്ന ആശയവിനിമയ രീതികൾ 2 രീതിയിലാണ്. 1 ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, 2 ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഈ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ തന്നെ 3 രീതിയിലുണ്ട്: വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ, ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലംബമായ രീതിയിലുള്ള ആശയവിനിമയ രീതി. 2 ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാലോ തിരശ്ചീനമായ രീതിയിലുള്ള ആശയവിനിമയ രീതി. ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കോണോട് കോണായിട്ടുള്ള ആശയവിനിമയ രീതി. ഇനി ഈ വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ തന്നെ 2 രീതിയിലുണ്ട്. അതായത് ലംബമായ രീതിയിൽ എന്ന് പറയുമ്പോൾ താഴേക്ക്, നേരെ താഴേക്ക്. അപ്പോൾ അത് അപ്വേർഡ്, ഡൗൺവേർഡ്, താഴോട്ടും മുകളിലേക്കുമുള്ള ആശയവിനിമയ രീതികളുണ്ട്.
അപ്പം വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ 2 രീതിയിലുണ്ട്. അപ്വേർഡ് കമ്മ്യൂണിക്കേഷനും 2 ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ ക്ലാസിഫിക്കേഷൻ മനസ്സിലായല്ലോ. ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന ആശയവിനിമയ രീതികൾ പ്രധാനമായിട്ടും 2 തരത്തിലാണുള്ളത്. ഒന്ന് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഔപചാരികമായിട്ടുള്ള ആശയവിനിമയ രീതിയും. 2 ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, അനൗപചാരികമായിട്ടുള്ള ആശയവിനിമയ രീതി. ഇനി ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് 3 രീതിയിലുണ്ട്. ഒന്ന് വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ, വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ലംബമായ രീതിയിലുള്ള ആശയവിനിമയ രീതി. ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ, തിരശ്ചീനമായിട്ടുള്ള ആശയവിനിമയ രീതി. ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ, കോണോട് കോണായിട്ടുള്ള ആശയവിനിമയ രീതി. ഇതിൽ തന്നെ വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ 2 തരത്തിലുണ്ട്. ഒന്ന് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ, അതായത് മുകളിലേക്കുള്ള ആശയവിനിമയ രീതിയും. ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ താഴേക്കുള്ള ആശയവിനിമയ രീതിയും. ഇത്ര മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് ഒരു ഓർഗനൈസേഷൻ നടക്കുന്ന ആശയവിനിമയ രീതികൾ. ഇനി ഇതിനെക്കുറിച്ച് ഓരോന്നിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഇനി ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പീപ്പിൾ ഓഫ് ആൻ ഓർഗനൈസേഷൻ ത്രൂ ദെയർ ഒഫീഷ്യൽ പൊസിഷൻസ് ഈസ് കോൾഡ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അതായത് ഒരു സംഘടനയിലെ ആളുകൾ തമ്മിൽ ഔദ്യോഗിക പദവികൾ വഴി ആശയവിനിമയം നടത്തുന്നതിനെയാണ് ഔപചാരിക ആശയവിനിമയം എന്ന് പറയുന്നത്, അതായത് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താ നടക്കുന്നത്? ട്രാൻസ്ഫറിങ് ഒഫീഷ്യൽ മാറ്റേഴ്സ് ത്രൂ ചെയിൻ ഓഫ് കമാൻഡ് പറയുമ്പോൾ ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ ചെയിൻ ഓഫ് കമാൻഡ് വഴി കൈമാറുന്നതാണ് ഔപചാരികമായിട്ടുള്ള ആശയവിനിമയം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പീപ്പിൾ ഓഫ് ആൻ ഓർഗനൈസേഷൻ ത്രൂ ദെയർ ഒഫീഷ്യൽ പൊസിഷൻസ് ഈസ് കോൾഡ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അതായത് ഒരു സംഘടനയിലെ ആളുകൾ തമ്മിൽ ഔദ്യോഗിക പദവികൾ വഴി അവർ വഹിക്കുന്ന ഓരോ പദവികളിൽ കൂടി ആശയവിനിമയം നടത്തുന്നതിനെയാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയുള്ള വിവരങ്ങളാണ്? ട്രാൻസ്ഫറിങ് ഒഫീഷ്യൽ മാറ്റേഴ്സ് ത്രൂ ചെയിൻ ഓഫ് കമാൻഡ്, ചെയിൻ ഓഫ് കമാൻഡ് വഴി. ചെയിൻ ഓഫ് കമാൻഡ് എന്ന് പറയുമ്പോൾ അധികാര ശ്രേണിയിൽ കൂടി നമ്മൾ എന്ത് കൈമാറുന്നു? ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ കൈമാറുന്നതിനാണ് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് സാധാരണ നടത്താറുള്ളത്? ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഈസ് യൂഷ്വലി ഇൻ റൈറ്റിംഗ്, അതായത് സാധാരണ രേഖാമൂലമാണ്, അതായത് എഴുതിയാണ് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ നടത്താറുള്ളത്. ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു സംഘടനയിലെ പദവികൾ വഹിക്കുന്ന ആളുകൾ തമ്മിൽ ആശയവിനിമയം നടത്തുന്നതിനെയാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കിതിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഇറ്റ് ഹെൽപ്സ് ഇൻ ദ സിസ്റ്റമാറ്റിക് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ, അതായത് വിവരങ്ങളുടെ ചിട്ടയായ കൈമാറ്റത്തിന് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ സഹായിക്കുന്നു. 2, ഇറ്റ് ഈസ് ഈസി ടു ഡിറ്റർമിൻ ദ റെസ്പോൺസിബിലിറ്റി ഫോർ ആക്ഷൻസ്, പ്രവർത്തികളുടെ ഉത്തരവാദിത്വം നിർണ്ണയിക്കുന്നത് ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ എളുപ്പമാകുന്നു. 3, ദ സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ക്യാൻ ഈസിലി ബി ലൊക്കേറ്റഡ്, കമ്മ്യൂണിക്കേഷന്റെ ഉറവിടം കണ്ടെത്തുന്നത് എളുപ്പമാക്കുന്നു. എവിടെ നിന്നാണ് ഈ ഇൻഫർമേഷൻ വന്നിരിക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. 4, ഇറ്റ് ഹെൽപ്സ് ഇൻ ദ കോർഡിനേഷൻ ഓഫ് ഡിഫറെന്റ് ആക്ടിവിറ്റീസ്, വിവിധ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിന് കമ്മ്യൂണിക്കേഷൻ സഹായിക്കുന്നു. 5, ഇറ്റ് എൻഷുവേഴ്സ് കൺട്രോളിംഗ് ഇൻ ദ ഓർഗനൈസേഷൻ, ഇത് സ്ഥാപനത്തിൽ നിയന്ത്രണം ഉറപ്പാക്കുന്നു. അപ്പം ഒന്നുകൂടെ പറയാം. 1, ഇറ്റ് ഹെൽപ്സ് ഇൻ ദ സിസ്റ്റമാറ്റിക് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ, അതായത് വിവരങ്ങളുടെ ചിട്ടയായ കൈമാറ്റത്തിന് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ സഹായിക്കുന്നു. 2, ഇറ്റ് ഈസ് ഈസി ടു ഡിറ്റർമിൻ ദ റെസ്പോൺസിബിലിറ്റി ഫോർ ആക്ഷൻസ്, പ്രവർത്തികളുടെ ഉത്തരവാദിത്വം നിർണ്ണയിക്കുന്നത് ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ എളുപ്പമാകുന്നു. 3, ദ സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ക്യാൻ ഈസിലി ബി ലൊക്കേറ്റഡ്, കമ്മ്യൂണിക്കേഷന്റെ ഉറവിടം കണ്ടെത്തുന്നത് എളുപ്പമാക്കുന്നു. എവിടെ നിന്നാണ് ഈ ഇൻഫർമേഷൻ വന്നിരിക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. 4, ഇറ്റ് ഹെൽപ്സ് ഇൻ ദ കോർഡിനേഷൻ ഓഫ് ഡിഫറെന്റ് ആക്ടിവിറ്റീസ്, വിവിധ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിന്
കമ്മ്യൂണിക്കേഷൻ സഹായിക്കുന്നു. 5. ഇറ്റ് എൻഷുവേഴ്സ് കൺട്രോളിംഗ് ഇൻ ദ ഓർഗനൈസേഷൻ. ഇത് സ്ഥാപനത്തിൽ നിയന്ത്രണം ഉറപ്പാക്കുന്നു. ഒന്നുകൂടെ പറയാം. ഫോമൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? 1. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ സിസ്റ്റമാറ്റിക് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻസ്. വിവരങ്ങൾ ചിട്ടയായ രീതിയിൽ മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യാൻ സഹായിക്കുന്നു. 2. ഇറ്റ് ഈസ് ഈസി ടു ഡിറ്റർമിൻ ദ റെസ്പോൺസിബിലിറ്റി ഫോർ ആക്ഷൻസ്. പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്തം നിർണ്ണയിക്കുന്നത് നമുക്ക് എളുപ്പമാകുന്നു. 3. കമ്മ്യൂണിക്കേഷന്റെ ഉറവിടം കണ്ടെത്തുന്നത്, അതായത് എവിടെ നിന്നാണ് ഇൻഫർമേഷൻ വന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 4. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ കോർഡിനേഷൻ ഓഫ് ഡിഫറെന്റ് ആക്ടിവിറ്റീസ്. സ്ഥാപനത്തിലെ വിവിധ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിന് ഇത് സഹായിക്കുന്നു. 5. ഇറ്റ് എൻഷുവേഴ്സ് കൺട്രോളിംഗ് ഇൻ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ നിയന്ത്രണത്തിനുള്ള സംവിധാനം ഉറപ്പാക്കുന്നു. മനസ്സിലായല്ലോ? അപ്പം ഒന്നുകൂടെ പറഞ്ഞേക്കാം. 1. വിവരങ്ങളുടെ ചിട്ടയായ കൈമാറ്റത്തിന് ഫോമൽ കമ്മ്യൂണിക്കേഷൻ സഹായിക്കുന്നു. 2. പ്രവർത്തികളുടെ ഉത്തരവാദിത്വം നിർണ്ണയിക്കുന്നത് എളുപ്പമാകുന്നു. 3. കമ്മ്യൂണിക്കേഷന്റെ ഉറവിടം കണ്ടെത്തുന്നത് എളുപ്പമാക്കുന്നു. 4. വിവിധ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിന് ഇത് സഹായിക്കുന്നു. 5. സ്ഥാപനത്തിൽ നിയന്ത്രണം ഉറപ്പാക്കുന്നു. ഇത്രയും മനസ്സിലായല്ലോ? ഇനി അടുത്തതായിട്ട് അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഈസ് യൂഷ്വലി സ്ലോ. ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സാധാരണ വളരെ സ്ലോയിലാണ്, വളരെ മന്ദഗതിയിലാണ്. 2. പേഴ്സണൽ ടച്ച് ഈസ് മിസ്സിംഗ് ഇൻ ഫോമൽ കമ്മ്യൂണിക്കേഷൻ. ഔപചാരികമായിട്ടുള്ള ആശയവിനിമയ രീതിയിൽ വ്യക്തിപരമായിട്ടുള്ള ബന്ധം കുറവാണ്. 3. ഇറ്റ് ഈസ് കോസ്റ്റ്ലി ആൻഡ് ടൈം കൺസ്യൂമിങ്. ഇത് വളരെ ചെലവ് കൂടിയതും അതുപോലെ തന്നെ സമയം കൂടുതൽ എടുക്കുന്നതുമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. 4. എനി ഇനാക്യുറേറ്റ് ഇൻഫർമേഷൻ മേ കോസ് സീരിയസ് ഡാമേജ് ടു ദ ഓർഗനൈസേഷൻ. ഈ മെസ്സേജിൽ എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് സ്ഥാപനത്തെ ദോഷകരമായിട്ട് ബാധിക്കും. 5. ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് ഇനഫ് ഓപ്പർച്യൂണിറ്റി ടു ദ വർക്കേഴ്സ് ടു എക്സ്പ്രസ് ദെയർ ഒപ്പീനിയൻസ് ഫ്രാങ്ക്ലി ആൻഡ് ഫ്രീലി. തൊഴിലാളികൾക്ക് അവരുടെ അഭിപ്രായങ്ങളെ തുറന്ന് പ്രകടിപ്പിക്കുവാനോ അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് പ്രകടിപ്പിക്കുവാനോ ഉള്ള അവസരം ഉണ്ടാകുന്നില്ല. അതായത് അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം കുറയുന്നു. ഒന്നുകൂടെ പറയാം. 1. ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഈസ് യൂഷ്വലി സ്ലോ. ഔപചാരികമായിട്ടുള്ള ആശയവിനിമയം പൊതുവെ മന്ദഗതിയിലാണ്, വളരെ സ്ലോയിലാണ് നടക്കുന്നത്. 2. പേഴ്സണൽ ടച്ച് ഈസ് മിസ്സിംഗ് ഇൻ ഫോമൽ കമ്മ്യൂണിക്കേഷൻ. ഫോമൽ കമ്മ്യൂണിക്കേഷനിൽ വ്യക്തിപരമായിട്ടുള്ള ബന്ധം കുറവാണ്. 3. ഇറ്റ് ഈസ് കോസ്റ്റ്ലി ആൻഡ് ടൈം കൺസ്യൂമിങ്. ഇത് ചെലവ് കൂടിയതും സമയം കൂടുതൽ എടുക്കുന്നതുമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. 4. എനി ഇനാക്യുറേറ്റ് ഇൻഫർമേഷൻ മേ കോസ് സീരിയസ് ഡാമേജ് ടു ദി ഓർഗനൈസേഷൻ. സന്ദേശത്തിൽ നമ്മൾ അയക്കുന്ന മെസ്സേജുകളിൽ എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് എന്തിനെ ബാധിക്കുന്നു? സ്ഥാപനത്തിനെ ദോഷകരമായിട്ട് ബാധിക്കുന്നു. 5. ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് ഇനഫ് ഓപ്പർച്യൂണിറ്റി ടു ദ വർക്കേഴ്സ് ടു എക്സ്പ്രസ് ദെയർ ഒപ്പീനിയൻസ് ഫ്രീലി ആൻഡ് ഫ്രാങ്ക്ലി. തൊഴിലാളികൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു സംസാരിക്കുവാനോ അല്ലെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുവാനോ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുന്നില്ല. ഇത്ര മനസ്സിലായല്ലോ? ഒന്നുകൂടെ പറഞ്ഞേക്കാം. 1. ഫോമൽ കമ്മ്യൂണിക്കേഷൻ പൊതുവെ സ്ലോയിലായിരിക്കും. 2. ഇവിടെ വ്യക്തിപരമായിട്ടുള്ള ബന്ധം കുറവാണ്. 3. ഔപചാരികമായിട്ടുള്ള ആശയവിനിമയം ചെലവ് വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ സമയം കൂടുതലെടുക്കുകയും ചെയ്യുന്നു. 4. തൊഴിലാളികൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം കുറയുന്നു. 5. സന്ദേശത്തിൽ എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് സ്ഥാപനത്തെ ദോഷകരമായിട്ട് ബാധിക്കുന്നു. അപ്പം ഫോമൽ കമ്മ്യൂണിക്കേഷന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും മനസ്സിലായല്ലോ? അപ്പോൾ ഫോമൽ കമ്മ്യൂണിക്കേഷൻ ഏതെല്ലാം തരത്തിലുണ്ടെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ, ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. അതിൽ തന്നെ വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ, ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. അപ്പം പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെയാണ്? അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ, ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. എന്ന് പറയുമ്പോൾ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ മുകളിലേക്കുള്ള ആശയവിനിമയ രീതി, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ താഴേക്കുള്ള ആശയവിനിമയ രീതി,
ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ തിരശ്ചീനമായിട്ടുള്ള ആശയവിനിമയ രീതി, ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ കോണോട് കോണായിട്ടുള്ള ആശയവിനിമയ രീതി. ഇത് ഓരോന്നും എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? അതായത് മുകളിലേക്കുള്ള ആശയവിനിമയ രീതി എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ഫറിങ് ഐഡിയാസ് ഫ്രം ലോവർ ലെവൽ ടു ഹയർ ലെവൽസ് ഈസ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. അതായത് താഴ്ന്ന തലങ്ങളിൽ നിന്നും മുകൾ തട്ടിലേക്ക് എന്ന് പറയുമ്പോൾ ഉന്നത തലത്തിലേക്ക് ആശയങ്ങൾ കൈമാറുന്നതിനെയാണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ട്രാൻസ്ഫറിങ് ഐഡിയാസ് ഫ്രം ലോവർ ലെവൽ ടു ഹയർ ലെവൽസ്, ഉന്നത തലത്തിലേക്ക് താഴ്ന്ന തലങ്ങളിൽ നിന്നും ആശയങ്ങൾ കൈമാറുന്നതിനാണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ആപ്ലിക്കേഷൻ ഫോർ ഗ്രാൻഡിങ് ലീവ്, ഒപ്പീനിയൻസ്, റിപ്പോർട്ട്സ്, സജഷൻസ് ആൻഡ് കംപ്ലൈന്റ്സ് ഓഫ് ദ വർക്കേഴ്സ്. അതായത് ലീവിന് ആപ്ലിക്കേഷൻ നൽകുക, അതുപോലെ തന്നെ തൊഴിലാളികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അഭിപ്രായങ്ങള്, നിർദ്ദേശങ്ങള്, പരാതികൾ, ഇതെല്ലാം ഏതിനകത്ത് ഉൾപ്പെടുന്നു? അപ്വേർഡ് കമ്മ്യൂണിക്കേഷനകത്ത് ഉൾപ്പെടും. അപ്പം ലോവർ ലെവലിൽ നിന്നും ഹയർ ലെവലിലേക്കുള്ള ആശയവിനിമയ രീതിയാണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ എന്തായിരിക്കും ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ ഫ്രം ദ ഹയർ ലെവൽ ടു ദ ലോവർ ലെവൽസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഈസ് കോൾഡ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഒരു സ്ഥാപനത്തിന്റെ ഉന്നത തലങ്ങളിൽ നിന്നും താഴ്ന്ന തലങ്ങളിലേക്കുള്ള ആശയവിനിമയത്തിനാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? തൊഴിലാളികൾക്കുള്ള ആജ്ഞകളും നിർദ്ദേശങ്ങളുമാണ് സാധാരണ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. പറയുമ്പോൾ സാധാരണ അപ്പോൾ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ടോപ്പ് ലെവലിൽ നിന്നും ലോവർ ലെവലിലേക്കാണ് നൽകുന്നത്. അപ്പൊ അത് തൊഴിലാളികൾക്കുള്ള ഓർഡറുകളും ഇൻസ്ട്രക്ഷൻസുമായിരിക്കും അതിനകത്ത് പ്രധാനമായിട്ടും ഉൾപ്പെട്ടിരിക്കുന്നത്. അതുകൂടാതെ ഇറ്റ് ജനറലി ഇൻക്ലൂഡ്സ് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ടു വർക്കേഴ്സ്, നോട്ടീസ്, സർക്കുലർ ആൻഡ് മെമ്മോസ്. സാധാരണയായിട്ട് തൊഴിലാളികൾക്കുള്ള ആജ്ഞകളും നിർദ്ദേശങ്ങളും ഇതിൽ അടങ്ങിയിരിക്കും. അതുകൂടാതെ തന്നെ നോട്ടീസ്, സർക്കുലർ, മെമ്മോ ഇവയൊക്കെ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷന് എക്സാമ്പിൾസ് ആണ്. അപ്പം ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. ഉന്നത തലത്തിൽ നിന്നും താഴ്ന്ന തലത്തിലേക്ക് നടത്തുന്ന ആശയവിനിമയത്തിനാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ടും ഉൾക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? തൊഴിലാളികൾക്കുള്ള ആജ്ഞകളും നിർദ്ദേശങ്ങളും, അതുപോലെ തന്നെ നോട്ടീസ്, സർക്കുലർ, മെമ്മോ ഇതൊക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കും. ഇനി മൂന്നാമതായിട്ട് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ, തിരശ്ചീനമായിട്ടുള്ള ആശയവിനിമയം. കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പീപ്പിൾ ഓഫ് ദ സെയിം സ്റ്റാറ്റസ് ഈസ് കോൾഡ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. അതായത് ഒരേ തലത്തിലും പദവിയിലുമുള്ള ആളുകൾ തമ്മിൽ ആശയവിനിമയം നടത്തുന്നതിനെയാണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ? തിരശ്ചീനമായ രീതിയിലുള്ള ആശയവിനിമയം എന്ന് പറയുന്നത് എന്താണ്? ഒരേ തലത്തിലും ഒരേ പദവിയിലുമുള്ള ആളുകൾ തമ്മിൽ ആശയവിനിമയം നടത്തുന്നതിനെയാണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഉന്നത പദവിയിലുള്ള ഒരാൾ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലെ ഒരു സബോർഡിനേറ്റിന് ആശയങ്ങൾ കൈമാറുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഉദാഹരണത്തിന് ഒരു പ്രൊഡക്ഷൻ മാനേജർ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിന് എന്ത് നൽകുന്നു? ഒരു മെസ്സേജ് നൽകുന്നു. അപ്പം പ്രൊഡക്ഷൻ മാനേജർ എന്ന് പറയുന്നത് ഉന്നത തലത്തിലിരിക്കുന്ന ആളാണ്. സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് താഴ്ന്ന തലത്തിൽ വരുന്ന ഒരാൾ, അതായത് മാർക്കറ്റിംഗ് മാനേജറുടെ അണ്ടറിൽ വരുന്നതാണ്. അവർക്കൊരു സന്ദേശം കൈമാറുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്താണെന്ന് പറയാം? ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. അപ്പം ഇത്ര മനസ്സിലായോ? 4 തരത്തിലുള്ള ആശയവിനിമയ രീതികളുണ്ട്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ 4 തരത്തിലുണ്ട്. അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ, ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. ഒന്ന്, അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? താഴ്ന്ന തലത്തിൽ നിന്നും ഉന്നത തലത്തിലേക്ക് നടത്തുന്ന ആശയവിനിമയ രീതിയാണിത്. ഇതിന്റെ ഏതെല്ലാം ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നു? ആപ്ലിക്കേഷൻ ഫോർ ഗ്രാൻഡിങ് ലീവ്, ഒപ്പീനിയൻസ്, റിപ്പോർട്ട്സ്, സജഷൻസ് ആൻഡ് കംപ്ലൈന്റ്സ് ഓഫ് വർക്കേഴ്സ്.
അതായത് ലീവിനുള്ള ആപ്ലിക്കേഷൻസ് നൽകുക, അതുപോലെ തന്നെ തൊഴിലാളികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പരാതികൾ, നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, അവർ സബ്മിറ്റ് ചെയ്യുന്ന റിപ്പോർട്ടുകൾ, ഇതെല്ലാം അപ്വേർഡ് കമ്മ്യൂണിക്കേഷന് എക്സാമ്പിളാണ്. ഇനി ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാലോ, ഉന്നത തലത്തിൽ നിന്നും താഴ്ന്ന തലത്തിലേക്ക് നടത്തുന്ന ആശയവിനിമയ രീതിയാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് വർക്കേഴ്സിന് നൽകുന്ന ഓർഡറുകളും ഇൻസ്ട്രക്ഷൻസും ഉൾപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ ഉന്നത തലത്തിൽ നിന്ന് നൽകുന്ന നോട്ടീസ്, സർക്കുലർ, മെമ്മോ, ഇതെല്ലാം ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷന് എക്സാമ്പിൾസ് ആണ്. മൂന്നാമത് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ, അതായത് ഒരേ തലത്തിലുള്ളതും ഒരേ പദവിയിലുള്ളതുമായിട്ടുള്ള ആളുകൾ തമ്മിൽ നടത്തുന്ന ആശയവിനിമയ രീതിയാണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഒരു സ്ഥാപനത്തിലെ വിവിധ ജോലികൾ വഹിക്കുന്ന ഡിപ്പാർട്ട്മെന്റൽ മാനേജർമാർ തമ്മിൽ നടത്തുന്ന ആശയവിനിമയ രീതി. അതായത് പ്രൊഡക്ഷൻ മാനേജർ പേഴ്സണൽ മാനേജർക്ക് ഒരു മെസ്സേജ് നൽകുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. നാലാമതായിട്ട് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം, ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഉന്നത തലത്തിലുള്ള ഒരാളും മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലെ താഴ്ന്ന തലത്തിലുള്ള ഒരാളുമായി നടത്തുന്ന ആശയവിനിമയ രീതിയാണ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. ഉദാഹരണത്തിന്, ഒരു പ്രൊഡക്ഷൻ മാനേജർ സെയിൽസ് എക്സിക്യൂട്ടീവിന് ഒരു മെസ്സേജ് കൈമാറുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നു. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിനെ കുറിച്ചാണ്. അതായത് ഔപചാരികമായ ആശയവിനിമയ ശൃംഖല എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഏതൊക്കെയാണ് ഈ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്? The pattern through which communication flows within the organization is called communication network. കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? The pattern through which communication flows within the organization is known as communication network. അതായത് ഒരു സ്ഥാപനത്തിലെ വ്യക്തികൾ തമ്മിൽ ആശയവിനിമയം നടത്തുന്ന രീതിക്കാണ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതായത് the way in which the persons in an organization communicate with each other. ഒരു സ്ഥാപനത്തിലെ അംഗങ്ങൾ തമ്മിൽ പരസ്പരം ആശയവിനിമയം നടത്തുന്ന രീതിക്കാണ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആശയവിനിമയ ശൃംഖല എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, എന്താണ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്? The pattern through which communication flows within the organization is called communication network. അല്ലെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ പറയാം? The way in which persons in an organization communicate with each other is called communication network. അതായത് ഒരു സ്ഥാപനത്തിലെ അംഗങ്ങൾ തമ്മിൽ പരസ്പരം ആശയവിനിമയം നടത്തുന്ന രീതിക്കാണ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ആശയവിനിമയ ശൃംഖല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആശയവിനിമയ രീതികൾ 6 രീതിയിലാണുള്ളത്. അപ്പോൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് 6 രീതിയിലുണ്ട്. 1 വീൽ പാറ്റേൺ, 2 വൈ പാറ്റേൺ, 3 ചെയിൻ പാറ്റേൺ, 4 സർക്കിൾ പാറ്റേൺ, 5 ഓൾ ചാനൽ പാറ്റേൺ, 6 ഇൻവെർട്ടഡ് വി ചാനൽ പാറ്റേൺ. ഒന്നുകൂടെ പറയാം. 1 വീൽ പാറ്റേൺ, 2 വൈ പാറ്റേൺ, 3 ചെയിൻ പാറ്റേൺ, 4 സർക്കിൾ പാറ്റേൺ, 5 ഓൾ ചാനൽ പാറ്റേൺ, 6 ഇൻവെർട്ടഡ് വി ചാനൽ പാറ്റേൺ. ഇനി നമുക്ക് ഓരോന്നും ഇതെന്താണെന്ന്, എങ്ങനെയാണ് ഈ രീതിയിൽ കൂടി ആശയവിനിമയം നടത്തുന്നതെന്നൊന്ന് നോക്കാം. 1 വീൽ പാറ്റേൺ. In this pattern, communication takes place from one central person to the others. This is a centralized communication network. അതായത് ഈ വീൽ മാതൃകയിൽ ഒരു പ്രധാന വ്യക്തിയിൽ നിന്ന് ഗ്രൂപ്പിലുള്ള മറ്റുള്ളവരിലേക്ക് ആശയവിനിമയം നടത്തുന്നു. ഇത് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ആശയവിനിമയ ശൃംഖലയാണ്. അപ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന്, ഒരു പ്രധാന വ്യക്തിയിൽ നിന്നും ഗ്രൂപ്പിലുള്ള മറ്റുള്ളവരിലേക്കെല്ലാം ആശയവിനിമയം നടത്തുന്ന രീതിയാണ് വീൽ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് വൈ പാറ്റേൺ. ഇൻ വൈ പാറ്റേൺ സം പേഴ്സൺസ് ആർ ക്ലോസർ ടു ദ പേഴ്സൺസ് അറ്റ് ദ സെന്റർ ആൻഡ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ്. അതായത് വൈ പാറ്റേൺ അനുസരിച്ച് കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയുമായി
തൊട്ടടുത്തുള്ള ചിലർക്ക് ആശയവിനിമയത്തിന് സൗകര്യമൊരുക്കുന്നു. അതായത് അവിടെ എല്ലാവരുമായിട്ടും ആശയവിനിമയത്തിന് സൗകര്യമുണ്ടാക്കുന്നില്ല. സെൻട്രൽ പോയിന്റ് നിൽക്കുന്ന ആളിന് തൊട്ടടുത്തുള്ള ചിലരുമായിട്ട് മാത്രമേ ആശയവിനിമയത്തിന് സൗകര്യമുണ്ടാക്കുന്നുള്ളൂ. ഇനി മൂന്നാമതായിട്ട് ചെയിൻ പാറ്റേൺ. In this communication pattern, those at the end of the chain can communicate only with the persons near to him. അതായത് അവരുടെ തൊട്ടടുത്തുള്ള വ്യക്തിയുമായിട്ട് മാത്രം ആശയവിനിമയം നടത്താൻ പറ്റുന്ന ഒരു മാതൃകയാണ് ചെയിൻ പാറ്റേൺ എന്ന് പറയുന്നത്. ചെയിൻ പാറ്റേൺ അനുസരിച്ച് ചെയിനിന്റെ അറ്റത്തുള്ളവർക്ക് തൊട്ടടുത്തുള്ള ഒരു വ്യക്തിയുമായിട്ട് മാത്രമേ ആശയവിനിമയം നടത്തുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ബാക്കിയുള്ളവർക്ക് 2 പേരോട് ആശയവിനിമയം നടത്താൻ പറ്റുന്ന രീതിയാണ്. അപ്പം ഇതുവരെ നമ്മൾ 3 പാറ്റേണിനെ കുറിച്ച് പറഞ്ഞു. ഒന്ന് വീൽ പാറ്റേൺ. വീൽ പാറ്റേണിലാണെങ്കിൽ ഒരു പ്രധാന വ്യക്തിയിൽ നിന്ന് ഗ്രൂപ്പിലുള്ള മറ്റുള്ളവരിലേക്കെല്ലാം ആശയവിനിമയം നടത്താൻ പറ്റുന്ന രീതിയാണിത്. രണ്ടാമത്തത് വൈ പാറ്റേൺ എന്താണെന്ന് പറഞ്ഞു. വൈ പാറ്റേൺ അനുസരിച്ച് കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയുമായി തൊട്ടടുത്ത് നിലകൊള്ളുന്ന ചിലർക്ക് മാത്രമേ ആശയവിനിമയത്തിന് സൗകര്യമുണ്ടാകുന്നുള്ളൂ. ചെയിൻ പാറ്റേൺ അനുസരിച്ച് ചെയിനിന്റെ അറ്റത്തുള്ളവർക്ക് അടുത്തുള്ള ഒരു വ്യക്തിയുമായിട്ട് മാത്രമേ ആശയവിനിമയം നടത്താൻ പറ്റുകയുള്ളൂ. എന്നാൽ ബാക്കിയുള്ളവർക്ക് 2 പേരോട് ആശയവിനിമയം നടത്താൻ പറ്റും. ഇനി നാലാമതായിട്ട് സർക്കിൾ പാറ്റേൺ. In the circle pattern, all individuals in the group can communicate with 2 others each. അതായത് സർക്കിൾ പാറ്റേൺ അനുസരിച്ചാണെങ്കിൽ ഗ്രൂപ്പിലെ എല്ലാ വ്യക്തികളും 2 പേരുമായിട്ട് ആശയവിനിമയം നടത്തുന്നു. ഇനി അഞ്ചാമത്തത് ഓൾ ചാനൽ പാറ്റേൺ. In this pattern, anyone in the group can communicate with any other. This is a decentralized communication pattern. Free flow of communication is possible on this. അതായത് ഈ രീതിയിൽ ഗ്രൂപ്പിലെ ഏതൊരാൾക്കും മറ്റെല്ലാവരോടും ആശയവിനിമയം നടത്താൻ സാധിക്കും. ഇതൊരു വികേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ആശയവിനിമയ രീതിയാണ്. ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആശയവിനിമയ രീതിയാണ്. ആശയവിനിമയത്തിന്റെ സ്വതന്ത്രമായിട്ടുള്ള ഒഴുക്ക് ഇവിടെ സാധ്യമാകുന്ന ആർക്ക് വേണമെങ്കിലും ആരോട് വേണമെങ്കിലും എന്ത് ചെയ്യാവുന്നതാണ്? ആശയവിനിമയം നടത്താവുന്നതാണ്. ഇനി ലാസ്റ്റ് വൺ, ഇൻവെർട്ടഡ് വി പാറ്റേൺ. ഇൻവെർട്ടഡ് വി പാറ്റേൺ അനുസരിച്ചാണെങ്കിൽ എ സബോർഡിനേറ്റ് ഈസ് അലൗഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹിസ് ഇമ്മീഡിയറ്റ് സുപ്പീരിയർ ആസ് വെൽ ആസ് ഹിസ് സുപ്പീരിയേഴ്സ് സുപ്പീരിയർ. അതായത് ഒരു സബോർഡിനേറ്റിന് തന്റെ നേരെ മുകളിലുള്ള സുപ്പീരിയറിനോടും അതിന്റെ മുകളിലുള്ള സുപ്പീരിയറിനോടും ആശയവിനിമയം നടത്താൻ സാധിക്കുന്ന രീതിയാണ് ഇൻവെർട്ടഡ് വി ചാനൽ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ 6 പാറ്റേൺസ് ആണ് പഠിച്ചത്. ഫോർമൽ കമ്മ്യൂണിക്കേഷന് 6 പാറ്റേണുകൾ ഉണ്ടെന്ന് പഠിച്ചു. 1 വീൽ പാറ്റേൺ, 2 വൈ പാറ്റേൺ, 3 ചെയിൻ പാറ്റേൺ, 4 സർക്കിൾ പാറ്റേൺ, 5 ഓൾ ചാനൽ പാറ്റേൺ, 6 ഇൻവെർട്ടഡ് വി ചാനൽ പാറ്റേൺ. അപ്പം നാലാമത് നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? സർക്കിൾ പാറ്റേൺ. സർക്കിൾ പാറ്റേണിൽ ഗ്രൂപ്പിലെ എല്ലാ വ്യക്തികളും 2 പേരുമായിട്ട് ആശയവിനിമയം നടത്തുന്നു. ഇനി അഞ്ചാമത്തത് ഓൾ ചാനൽ പാറ്റേൺ. ഓൾ ചാനൽ പാറ്റേൺ അനുസരിച്ച് ഗ്രൂപ്പിലെ ഏതൊരാൾക്കും മറ്റെല്ലാവരോടും ആശയവിനിമയം നടത്താൻ പറ്റുന്ന ഒരു ഡീസെൻട്രലൈസ്ഡ് കമ്മ്യൂണിക്കേഷൻ രീതിയാണിത്. ഇനി ലാസ്റ്റ് വൺ, ഇൻവെർട്ടഡ് വി പാറ്റേൺ. ഒരു സബോർഡിനേറ്റ് തന്റെ സുപ്പീരിയറിനോടും അതിന്റെ മുകളിലുള്ള സുപ്പീരിയറിനോടും ആശയവിനിമയം നടത്തുന്ന രീതിയാണ് ഇൻവെർട്ടഡ് വി പാറ്റേൺ എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലായല്ലോ. അപ്പം ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് 1 വീൽ പാറ്റേൺ, 2 വൈ പാറ്റേൺ, 3 ചെയിൻ പാറ്റേൺ, 4 സർക്കിൾ പാറ്റേൺ, 5 ഓൾ ചാനൽ പാറ്റേൺ, 6 ഇൻവെർട്ടഡ് വി പാറ്റേൺ. ഇത്രയും മനസ്സിലായല്ലോ. അപ്പൊ ഇന്ന് നമ്മളിവിടെ പഠിച്ചത് എന്തൊക്കെയാണ്? ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് പഠിച്ചത്.
അതിൽ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നും റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നും പഠിച്ചു. ഒരു ഓർഗനൈസേഷനിൽ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ രീതികൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ഫോമൽ കമ്മ്യൂണിക്കേഷൻ, ഇൻഫോമൽ കമ്മ്യൂണിക്കേഷൻ. ഈ ഫോമൽ കമ്മ്യൂണിക്കേഷൻ തന്നെ 3 രീതിയിലുണ്ടെന്ന് പഠിച്ചു. അതായത് വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ, ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ 2 രീതിയിലാണ്: അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. ഇതെല്ലാം നമ്മൾ വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.